കോഴിക്കോട്ടെ ബ്രൂവറി അനുമതിയും ഒക്കെ വലിയ വിവാദങ്ങളുമൊക്കെ ആയി നിറയുന്ന സമയമാണ്. അങ്ങനെ ബ്രൂവറി എന്ന് പറയുന്ന വാക്ക് തന്നെ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുമ്പോൾ 7 വർഷങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയ ആലപ്പുഴ ചേർത്തലയിലെ മദ്യനിർമ്മാണശാല വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ്. ഉൽപാദന ചെലവ് കൂടുതലാണെന്ന് ചൂണ്ടിക്കാണിച്ച് 2015 മുതൽ ഈ സ്ഥാപനം ഘട്ടം ഘട്ടമായി പൂട്ടുകയായിരുന്നു. ഒരു കാലത്ത് സംസ്ഥാനത്ത് ഉപയോഗിച്ച മദ്യത്തിന്റെ 50% ഉൽപ്പാദിപ്പിച്ചത് ചേർത്തല വാരനാട്ടുള്ള മെക്ടോവൽ കമ്പനിയിലായിരുന്നു. 1959 അന്നത്തെ എക്സൈസ് മന്ത്രി KR ഗൗരിയമ്മയാണ് ഈ മദ്യനിർമ്മാണശാലയ്ക്ക് തറക്കല്ലിട്ടത്. രാജ്യത്തെ പ്രധാന മദ്യവ്യവസായി വിത്തൻ മില്ലയുടേതായിരുന്നു സ്ഥാപനം. പിന്നീട് മകൻ വിജയ് മല്യ ഏറ്റെടുത്തു. വിജയിയാണ് സ്ഥാപനം ബ്രിട്ടീഷ് കമ്പനിക്ക് കൈമാറുന്നത്. പ്രതിമാസം 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ കേസ് മദ്യവും 1.5 ലക്ഷം കേസ് ബിയറും ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഉൽപാദന ചെലവ് ഉയർന്നതും തൊഴിലാളി പ്രശ്നങ്ങളും അവസാന ഉടമയായ ഡിയാജിയോ കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ കാരണമായി. ഉൽപാദനം നിലച്ചെങ്കിലും 99 വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ ഭൂമി തിരിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ മറ്റൊന്നും ഇവിടെ നടക്കുന്നില്ല. 1000-ലധികം പേർക്ക് നേരിട്ടും 500 പേർക്ക് പരോക്ഷമായും കമ്പനിയിൽ നിന്ന് തൊഴിൽ ലഭിച്ചിരുന്നു. വാരനാട് എന്നൊരു പ്രദേശത്തെ, കണ്ണൂർ പഞ്ചായത്തിലെ വാരനാട് എന്ന പ്രദേശത്തെ വലിയൊരു വരുമാന സ്രോതസ്സായിരുന്നു ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ കമ്പനി എന്ന് പറയുന്നത്. കാര്യം അത്രയധികം ജനങ്ങളെ സ്വാധീനിച്ചൊരു കമ്പനിയായിരുന്നത്. കാര്യം ഇവിടെ വലിയ തരത്തിൽ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഈ കമ്പനിയെ സംബന്ധിച്ച് പറഞ്ഞാൽ സർക്കാർ വക പാട്ടഭൂമിയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. 18 ഏക്കറോളം എന്ന സർക്കാർ പാട്ടഭൂമിയിൽ പ്രവർത്തിക്കുന്ന കമ്പനി മദ്യവ്യവസായം തുടങ്ങുന്നതിന് വേണ്ടി മാത്രം അനുവദിച്ചൊരു സ്ഥലമാണ്. ഇത് മദ്യവ്യവസായം നടത്തിയില്ലെങ്കിൽ ഈ കമ്പനി ഈ സ്ഥലം സർക്കാർ തിരിച്ചു നൽകണം എന്നൊരു പാട്ടക്കറ വ്യവസ്ഥ കൂടിയുണ്ട്. സ്ഥിരം ജീവനക്കാരെയെല്ലാം ആനുകൂല്യങ്ങൾ നൽകിയാണ് പിരിച്ചുവിട്ടത്. ഇപ്പോൾ 18 ഏക്കറും കാട് കയറി കിടക്കുകയാണ്. കെട്ടിടങ്ങൾ തകർന്നു തുടങ്ങി. പുറത്ത് പ്രവർത്തിച്ചിരുന്ന അനുബന്ധ സ്ഥാപനങ്ങളും പൂട്ടി. വേലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വരികയാണെങ്കിൽ അവിടെ ജലത്തിന് ബുദ്ധിമുട്ടുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇവിടെ ആ ഒരു ബുദ്ധിമുട്ടില്ല. അതോടൊപ്പം തന്നെ മാലിന്യം വരുന്നത് ഇവിടെ സ്റ്റോർ ചെയ്യാൻ അതിനകത്ത് തന്നെ കൂറ്റൻ ടാങ്കുകൾ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യത്തിന് ജോലിക്കാരൊക്കെ കിട്ടാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ തുടങ്ങുന്നതായിരിക്കും എല്ലാം കൊണ്ടും നല്ലതെന്ന് എനിക്ക് തോന്നി. വരുന്ന കമ്പനികൾക്ക് കാര്യം ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനും ജലം കിട്ടുന്നതിനും പവർ മാത്രം പുനഃസ്ഥാപിച്ചാൽ മതി. വേറെ എല്ലാ റോഡുകളും എല്ലാ ഓഫീസും എല്ലാ സൗകര്യങ്ങളുണ്ട്. സ്ഥലം ഒഴിയാൻ സർക്കാർ നോട്ടീസ് നൽകിയെങ്കിലും കമ്പനി തടസ്സവാദം ഉയർത്തിയതോടെ നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ സർക്കാർ ഇടപെട്ട് മദ്യനിർമ്മാണം തുടങ്ങണമെന്നാണ് കഴിഞ്ഞ ദിവസം BDJS ആവശ്യപ്പെട്ടത്. വെള്ളത്തിന്റെ പ്രതിസന്ധി ഇല്ലാത്തതും അടിസ്ഥാന സൗകര്യങ്ങളുള്ളതും ഗുണകരമാകുമെന്നാണ് അവരുടെ വാദം. കോടികൾ മുടക്കിയ മദ്യനിർമ്മാണശാല പൂട്ടിക്കിടക്കുമ്പോഴാണ് പാലക്കാട് പുത്തൻ ഫാക്ടറിയുടെ കൂടിയാലോചനകൾ നടക്കുന്നതെന്നതാണ് ശ്രദ്ധേയം. News 18 ആലപ്പുഴ.